ഗൈസ് അന്നേരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അന്നേരം ഇന്ന് നമ്മൾ ക്രാഫ്റ്റ് വേൾഡിൽ തന്നെയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അന്നേരം നമ്മളിന്ന് നമ്മുടെ സർവൈവൽ ഓക്കെ, ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള സ്പൂൺ എന്ന് പറയുന്നത് ഒരു ജംഗലിൻ്റെ തൊട്ട് നടുക്കായിട്ടാണ്. നല്ല വാട്ടർ ബോഡീസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. സോ നമുക്ക് കുറച്ചുകൂടി ഫ്രൂട്ട്സ് എടുക്കാം. ഓക്കെ, മുട്ട എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അന്നേരം നമ്മളിപ്പം കുറച്ച് വീഡിയോസ് ആയിട്ടുണ്ടല്ലോ. ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പം ഓപ്ഷൻസിനകത്ത് ഡിഫിക്കൽട്ടി കുറച്ച് കൂട്ടി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിൽ നമുക്ക് എത്ര പ്രാവശ്യം കളിക്കാൻ പറ്റുമെന്ന് നോക്കാമല്ലോ. ഓക്കെ, സൗണ്ട് ഓഡിബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല, കാരണം സൗണ്ട് അധികം ഇല്ല ഇപ്പം. ഓക്കെ, നല്ലതായിട്ട് വുഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, വുഡ് നന്നായിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. വുഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇവിടെ അനിമൽസിനെ ഒന്നും കാണുന്നില്ല, അന്നേരം സോംബീസും കാണത്തില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. നേരത്തെ ഞാനൊരു ദിവസം ചുമ്മാ കളിച്ചപ്പോഴും സോംബീസ് ഒന്നും ഇല്ലായിരുന്നു. ഓ മൈ ഗോഡ്, ചെറുതായിട്ടൊന്ന് ലൈഫ് പോയിട്ടുണ്ട്. അങ്ങോട്ട് പോകാം നമുക്ക്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഇന്നാളെ പണ്ടൊരു ദിവസം കളിച്ചപ്പോഴത്തേന് ഇതിൽ ഞാൻ കോബിൾ സ്റ്റോണ് അല്ലെങ്കിൽ സ്റ്റോൺ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയില്ല. അത് അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചത് നമുക്ക് ആക്സ് വെച്ചിട്ട് എടുത്താൽ കിട്ടുമെന്നാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ അത് കിട്ടത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ അവിടെ കോളുണ്ട്, കോള് കളക്ട് ചെയ്താൽ നമുക്ക് ഇതുണ്ടാക്കാം. പിന്നെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ക്രാഫ്റ്റിംഗ് ടേബിൾ മസ്റ്റാണ്. പക്ഷെ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ലിവർ കണ്ടോ, ഇതിന് വേണം. അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മേളിലോട്ട് പോയിട്ട് ഇതൊന്ന് നോക്കാം. നമുക്ക് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല, നോക്കാം. ഉണ്ടോ, കിട്ടുന്നില്ല. അതുപോലെ ചില സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ അധികം കളിക്കുന്നില്ല. ഒരു ഡേ സർവൈവലാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഇതവിടെ ഷീപ്പൊക്കെ കൊണ്ടുവന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാം. കാരണം നേരത്തെ ഒരു ദിവസം ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, വളരെ ലെങ്തി ആയിട്ടുള്ള വീഡിയോസൊന്നും ഇടാൻ നമ്മൾ നോക്കുന്നില്ല. സോ എന്നാണ് പിക്കി നിൽക്കവിടെ. പിക്കിനൊക്കെ സ്പീഡ് കൂടിയോ? പിക്ക് ചുമ്മാ എൻ്റെ ട്രീ കളയാതിരിക്കുക അവിടെ. ഷീപ്പിനെ കൊണ്ടപ്പോൾ വൂള് കിട്ടി. ഓക്കെ, നല്ലൊരു പ്ലെയിൻ സർഫേസാണ്. ക്രിയേറ്റീവ് ആണെങ്കിൽ എപ്പോൾ വീട് വെച്ചെന്ന് ചോദിച്ചാൽ മതി. ക്രിയേറ്റീവിൽ നമ്മളെ വേൾഡിൽ പപ്പിയൊക്കെ ടേം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടേമിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ടേമിങ്ങിൻ്റെ വീഡിയോ ഞാൻ ചിലപ്പോഴേ ഇടത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്തൊട്ടും സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചിലപ്പോൾ മാത്രമേ ഇടത്തുള്ളൂ. ചെയ്ത് നോക്കിക്കോ, ഒരു വെറൈറ്റി പോലെ തോന്നുന്നുണ്ടല്ലേ. ഇതിൻ്റെ പേരെനിക്കറിയാം, പക്ഷെ ഇപ്പം കിട്ടുന്നില്ല. ഓക്കെ,
എനിക്ക് തോന്നുന്നൊരു റെയർ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് അവിടെ കൗ നിൽപ്പുണ്ട്, നമുക്ക് കൊന്ന. ഇതിൻ്റെ പേര് ആൻഷിക്ക വുഡ് എന്നാണ്. ഡോ പോകുന്ന പശുവിന് ഭയങ്കര സ്പീഡുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പശുവിനെ ഞാൻ കൊല്ലാനായിട്ട് എൻ്റെ പുറകെ പോയിട്ടാണ് കൊല്ലുന്നത്. ഇതിനെ കൊന്നപ്പോൾ എനിക്ക് 3 മീറ്റാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ക്രാഫ്റ്റ് ചെയ്യാം. സോ വുഡ് പ്ലാങ്ക്സ്, അതിൻ്റെ വുഡ് പ്ലാങ്ക്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിള്, പിന്നെ ഓക്കിൻ്റെ വുഡ് പ്ലാങ്ക്സ് ഉണ്ട്. പിന്നെ ബ്ലൂ വൂള് വെച്ചിട്ട് ഇഷ്ടംപോലെ സംഭവമുണ്ട്. പക്ഷേ എനിക്കിപ്പം വേണ്ടത് ഒരു ബെഡാണ്. കാരണം ഇപ്പം രാത്രി ആയിക്കഴിഞ്ഞാൽ നമ്മൾ നിർത്തും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം ലെങ്തി ആയിട്ടുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് രാത്രി ആകുമ്പോഴത്തേനും ഒന്ന് നിർത്തും. അന്നേരം നമ്മൾ നേരത്തെ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു എല്ലാം ഉണ്ടായിരിക്കുമെന്ന്. എല്ലാ തരത്തിലുള്ള വീഡിയോസും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എല്ലാ ഫുഡൊന്നും കിട്ടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ലെതർ കിട്ടി, റോ ബീഫ് നമ്മുടെ പിഗിയുടെ അല്ല, നമ്മുടെ ഇതിൻ്റെ കിട്ടിയതാണ്. ഇത് നോക്കിക്കേ, കുറച്ചൊരു വ്യത്യാസമുള്ള പ്ലാന്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. രാത്രി ഇതുവരെ ആയിട്ടില്ല. സൺ എവിടെയാണെന്ന് പോലും എനിക്കിപ്പോൾ കാണാൻ വയ്യാത്ത രീതിയിലായിപ്പോയി. നിൽക്കടോ എവിടെ? അങ്ങനെ ചിക്കൻ കിട്ടി. ഇനി വൂള് വേണം. 3 വൂള് എന്തോ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടോ, ഈ ഷീപ്പ് ഭയങ്കര സ്ലോ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ഷീപ്പ് അവിടെ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി അത് നോക്കിക്കൊരു നല്ലൊരു വലിയ മൗണ്ടെയിൻ പോലെ എനിക്ക് തോന്നി. സോ ആ ഷീപ്പിനെയാണ് എനിക്കിനി വേണ്ടത് ഒരു ബെഡിന് വേണ്ടിയിട്ട്. ഈ സർവൈവൽ മോഡ് ഡിഫിക്കൽട്ടി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ എപ്പോൾ മരിച്ചെന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ 3 വൂൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബെഡിന് എന്തൊക്കെ വേണം? ബെഡ് എവിടെ? ബെഡ് കാണുന്നത് പോലില്ല. ഓക്കെ, നമുക്ക് കാർപ്പറ്റ് ഉണ്ടാക്കാൻ പറ്റും. വൂള് കൊണ്ട് 2 വൂള് കൊണ്ട് കാർപ്പറ്റ് ഉണ്ടാക്കാൻ പറ്റും. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ പറ്റും. സ്റ്റിക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഒന്നും കൂടെ ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ ബെഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പിന്നെ ബെഡും ഉണ്ട്. ഓക്കെ, അന്നേരം ബെഡ് സത്യത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ രാവിലെ വരെ ഒന്നും വെയിറ്റ് ചെയ്യുന്നില്ലായിരിക്കും. നമ്മൾ പെട്ടെന്ന് പോകുന്നതേ ഉള്ളായിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതാണ് കാരണം. ഇനിയിപ്പോൾ നമുക്ക് സോംബീസിനൊന്നും കാണുന്നില്ല, രാത്രിയാവുന്നില്ല. വീഡിയോയുടെ ലെങ്ത് കൂടുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറേജ് കുറച്ച് കുറവാണ്, അതുകൊണ്ടാണ്. വോയിസും കുറച്ച് കുറവായിരിക്കും. അതിന് ഞാൻ ഫസ്റ്റ് സോറി പറയുന്നു. കാരണം വോയിസ് ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ കൂട്ടിയാണ് വയ്ക്കുന്നത്, എന്നാലും കുറഞ്ഞു പോയി. 100ഉം 200ഉം ഒക്കെയാണ് വയ്ക്കുന്നത്. ഇവിടെ കുറച്ചും കൂടി ഒരു ഡാർക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്.
ചിലപ്പോൾ മരത്തിൻ്റെ ഒക്കെ ആയിരിക്കാം. ഇതിൻ്റെ മേളിൽ നിന്ന് ചാടിയാലോ? ഇപ്പം ഒരു ദിവസം ഞാൻ കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് നമ്മുടെ എൻഡർമാൻ വന്നിട്ട് ഒരു മരത്തിൻ്റെ ഒരു ഇതെടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. മരം ഫുള്ളായിട്ട് എൻഡർമാൻ എടുത്തുകൊണ്ട് പോകുമോ ഫ്രണ്ട്സ്? ഞാനങ്ങനെ കണ്ടു കേട്ടോ. ബ്ലാക്ക് വൂള് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇവിടെ ഫുള്ള് നല്ല ചിക്കൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും മരം ഫുള്ളായിട്ട് എടുത്തുകൊണ്ട് പോകുമോ? ഓക്കെ ഫ്രണ്ട്സ്, രാത്രി ആവാറായിട്ടുണ്ട്. സൂര്യൻ അവിടെ ഉണ്ട്, സെറ്റ് ആവുന്നുണ്ട്. രാത്രി ആയാലുടനെ നമ്മൾ വീഡിയോ നിർത്തുന്നതായിരിക്കും. കാരണം ലെങ്ത് ഉണ്ട്, സ്റ്റാർസൊക്കെ വരുന്നുണ്ട്. യെസ്, ഞാൻ രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കാം. Oh my god, zombie. അയ്യോ, ക്രീപ്പർ. കണ്ടോ ഫ്രണ്ട്സ്, ഡിഫിക്കൽട്ടി ഞാൻ വളരെ കൂട്ടിയാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് കാണാൻ വയ്യ. അതുകൊണ്ട് ഈ സോംബീസിൻ്റെ ഒക്കെ അറ്റാക്ക് കൂടിക്കൊണ്ടിരിക്കുക. അവിടെ ഒരു വില്ലേജ്. ഓ മൈ ഗോഡ് ഗായ്സ്, നോക്കിയ വില്ലേജ് നോക്ക്. ഞാൻ സത്യം പറഞ്ഞാൽ സർവൈവലിൽ ആദ്യമായിട്ടാണ് വില്ലേജ് കണ്ടുപിടിക്കുന്നത്. ഞാൻ ഇതുവരെ വിചാരിച്ചില്ല കേട്ടോ എനിക്ക് വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. ഇവിടെ ആൾക്കാരുണ്ട്. ഓ ഗായ്സ്, വണ്ടർഫുൾ. ഞാൻ ഇതുവരെ വിചാരിച്ച കാര്യമേ അല്ല എനിക്ക് വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. നോക്ക് ഗായ്സ്, എനിക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ക്രാഫ്റ്റുകളിലുള്ള സർവൈവൽ ഡിഫിക്കൽട്ടി കൂട്ടിയിട്ടിട്ട് നൈറ്റ് വരെ കളിച്ചതും. പിന്നെ ഇപ്പം ഇതും കൂടെ ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സോ അന്നേരം ഈ വീട്ടിലാരോ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യും, ഈ വീട് കയ്യേറാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ ആകെ ഒരേ ഒരാളല്ലേ ഉള്ളൂ. അന്നേരം ഒരു ബെഡ് ഇട്ടിട്ട് സെറ്റാക്കാം. അന്നേരം കാര്യം ഞാൻ ഉറങ്ങട്ടെ.